സാധാരണ പറയുന്നത് പോലെയല്ല. എപ്പോഴും ഏതൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു ക്ലീഷയായി പറയാറുണ്ട്, അത് വലിയൊരു വിടവാണെന്ന്. പക്ഷേ ശ്രീനിവാസൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ധാരയ്ക്കും അത് വലിയൊരു നഷ്ടമാണ്. ശ്രീനിവാസനുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു, ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞിരുന്നു. ചെറിയ ശ്രേണിയും വലിയ ലോകമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സിനിമ പന്താവിനെക്കുറിച്ച് ഒരു നീണ്ട പരിപാടി തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. അതിൽ ശ്രീനിവാസൻ എത്രയോ എപ്പിസോഡുകളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം അർത്ഥപൂർണമായി നർമ്മവും ആക്ഷേപവും ഉപയോഗിച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമില്ല. എൻ്റെ ജന്മനാടായ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം വന്നത്. സാധാരണ സിനിമാ സങ്കല്പങ്ങൾക്ക് വിധേയമാകാത്ത പല ചേരുവകളും തനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ചേരുവകളെ തന്നെ തൻ്റെ ശക്തിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും ശ്രീനിവാസൻ്റെ ഒരു ടച്ചുണ്ട്. സിനിമ മുമ്പോട്ട് വെക്കുന്ന പല കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായി അദ്ദേഹം നീന്തിയ ആളാണ്. കാലത്തിന് മുമ്പേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കാലത്തെ നിയന്ത്രിച്ചൊരു വ്യക്തിയാണത്. ഞങ്ങളുടെയൊക്കെ യൗവനത്തെ, ഒരു കാലഘട്ടത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ച ഒരു സർഗാത്മക സിനിമാക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ശ്രീനിവാസൻ എന്നുള്ള ഒരു മറുപടി മാത്രമേ ഉള്ളൂ. കേരള സമൂഹം അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ ശകലങ്ങളിൽ നിന്നും പലതും ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം ഓരോ കാര്യങ്ങളിൽ, പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല. ശ്രീനിവാസനാണ് ഒരുപക്ഷെ മലയാള സിനിമയെ വ്യതിരക്തമായ ഒരു തലത്തിലേക്ക് നയിച്ചൊരു വ്യക്തി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഡൽഹി വരുന്ന സമയത്ത് 80കളിൽ ഇവിടെ മലയാള സിനിമയൊന്നും നല്ല രീതിയിലല്ല ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത്. ഒരു ഉച്ച സിനിമയുടെ തലത്തിലാണ് മലയാള സിനിമയെ ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത്. ഇവിടെ കൊണാൾ പ്ലേസിലെ റീഗൽ തിയേറ്ററിലൊക്കെ ഉച്ചപ്പടമെന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയാണെന്ന് ആൾക്കാർക്കൊരു ധാരണയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മലയാള സിനിമയുടെ ഇന്ത്യയുടെ നെറുകയിലേക്ക് പറിച്ചു നടുന്നതിൽ ശ്രീനിവാസനെ പോലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. പ്രബുദ്ധമായ അദ്ദേഹത്തിൻ്റെ ആ സിനിമാ ജീവിതമാണ് ഒരുപക്ഷെ കേരളത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ ഒന്ന് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. അതുപോലെ കൈരളി പ്രക്ഷേപണം ഞാൻ മുഖ്യമന്ത്രിയെ, അതായത് പിണറായി വിജയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസ്. അത് ഏറ്റവും വലിയൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയും മാധ്യമപ്രവർത്തകർക്കാണ് ആ സന്ദർഭം എന്തായിരുന്നു. ശ്രീനിവാസനുമായിട്ട് എത്രയോ തവണ സഹകരിച്ചിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇൻ്റർവ്യൂവിനപ്പുറത്ത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി, തൻ്റേതായ നിലപാടുകൾ. ശ്രീനിവാസന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും CPM-നോടൊക്കെ ഇഷ്ടവും അനിഷ്ടവും നീരസവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പലതും സമ്മിശ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവതനങ്ങൾ. പക്ഷേ ശ്രീനിവാസൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങളും അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഇന്ന ചോദ്യം നിങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ഹ്രസ്വ പതിപ്പിൽ മാത്രമാണ് അതില്ലാത്തത്, പക്ഷേ അതിൻ്റെ പൂർണ്ണ പതിപ്പിൽ അതുണ്ട് എന്ന് ഞാൻ ശ്രീനിവാസനെ ബോധ്യപ്പെടുത്തി. ഒരുപക്ഷെ ആ ഒരു അഭിമുഖം അതിൽ ഇരുവരും തമ്മിലുള്ളൊരു രസതന്ത്രം കൂടിയുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരു നാടിൻ്റെ രസതന്ത്രമുണ്ട്. ശ്രീനിവാസൻ്റെ അച്ഛനെക്കുറിച്ചും ആ പാട്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, പാട്യം എന്നുള്ള നാട്ടിൽ നിന്നാണ് അദ്ദേഹം, അത് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനും വളരെ പരിചിതമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായിരുന്നു അദ്ദേഹം. അപ്പം അവർക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കെമിസ്ട്രി കണ്ടിരുന്നു. അതേസമയം തന്നെ ശ്രീനിവാസനുള്ള വിയോജിപ്പുകൾ അദ്ദേഹം കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതുപോലെ ഒട്ടേറെ പരിപാടികൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് ശ്രീനിവാസൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചെറിയ ശ്രീനിയും വലിയ ലോകവുമാണ്. എത്രയോ നൂറുകണക്കിന് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു.
ഇപ്പോഴും ആ എപ്പിസോഡുകൾ ഡിജിറ്റൽ മീഡിയയിൽ വരുമ്പോൾ എത്രയോ പ്രേക്ഷകർ അതിനുണ്ടെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശ്രീനിവാസനൊരു വലിയൊരു പ്രതിഭയായിരുന്നു. ആ പ്രതിഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കളത്തിൽ വെക്കാൻ പറ്റുന്ന പ്രതിഭയായിരുന്നില്ല. എല്ലാ കളങ്ങളെയും എല്ലാ അതിർത്തികളെയും ഭേദിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. ഒരുപക്ഷെ ശ്രീനിവാസനെ പോലൊരു വ്യക്തി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യധാര സിനിമയിലെ പ്രധാനപ്പെട്ട നടൻ ഇദ്ദേഹമായിരിക്കുമെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ ഏത് രൂപത്തിലായിരിക്കും നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഏത് തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാതുര്യം സന്നിവേശിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് മറ്റ് സിനിമകൾക്കും ഞാനിപ്പം ഡൽഹിയിലൊക്കെ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുമ്പോൾ ഇപ്പം മലയാള സിനിമയെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ എടുത്തു പറയുന്ന ഒരു കഥാപാത്രം ശ്രീനിവാസൻ്റെയാണ്. ശ്രീനിവാസൻ്റെ പഴയ സിനിമകളിലേക്ക് ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെയോ ദുൽഖറിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ഒക്കെ സിനിമകൾ, അല്ലെങ്കിൽ മമ്മൂക്കയുടെയോ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയോ ഒക്കെ സിനിമകൾ കാണുന്ന ആൾക്കാർ അതിൻ്റെ ഹരത്തിൽ പഴയ സിനിമകളിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ അവിടെ അവർക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് ശ്രീനിവാസൻ്റെ സർഗസൃഷ്ടികളാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ശ്രീനിവാസൻ്റെ ഒരു മേന്മ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കൂടി തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.